പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള പെൻകറച്ച പ്രിയമുള്ള ബ്രദർ ഷൈജു, ക്രിസ്തുവിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക തിരുസഭ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മുടെ ഇടവകയുടെ തിരുനാൾ കൂടെയാണ്. നമ്മുടെ ഇടവക തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്, ആണിക്കല്ലാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആരാധനക്രമങ്ങളിൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമെല്ലാം പരിശുദ്ധ ത്രിത്വത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ദൈവത്തിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ പ്രഖ്യാപനം പരിശുദ്ധ ത്രിത്വത്തെ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രഖ്യാപിക്കുകയും ഏറ്റുപറയുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് ഈ തിരുനാൾ ദിവസം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മധ്യസ്ഥ ശക്തിയാലും നമ്മെ ഓരോരുത്തരെയും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കാത്തുകൊള്ളണമേ എന്നും സംരക്ഷിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയിലെ ഓരോ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെല്ലാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ശക്തിയാൽ സംരക്ഷിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൽ ദൈവം ഒന്നേ ഉള്ളുവെങ്കിലും ദൈവത്തിൽ 3 ആളുകളുണ്ട്. ഈ വിശ്വാസത്യമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പരിശുദ്ധ ത്രിത്വം നമ്മുടെ മുന്നിൽ നൽകുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ സ്നേഹത്തിലും കൂട്ടായ്മയിലും പങ്കുവയ്ക്കലിലും വളരുവാനാണ്. നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമെല്ലാം ഈ കൂട്ടായ്മയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട്, സ്നേഹത്തിൽ കൂടുതൽ വളരുവാനായിട്ട്, പങ്കുവയ്ക്കുന്ന മനോഭാവത്തിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് വേണ്ട കൃപാവരത്തിനായിട്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ബലിയർപ്പിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും കുറിച്ച് മനസ്തപിക്കാം. ദൈവകരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരി, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിന്റെ വചനവും വിശദീകരണത്തിന്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട്
അങ്ങീ അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്കങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിന്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിന്റെ മഹത്വം അംഗീകരിക്കുവാനും മഹാപ്രാഭവമുള്ള ഏകത്വം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ജനങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി, ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വച്ച് നിങ്ങൾ കാണുകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവനാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. അവിടുന്ന് അരുൾ ചെയ്തു, ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയവും. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ദൈവാത്മാവാൽ നയിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഉണ്ടായിരിക്കുവാനും ഇപ്പോൾ ഉള്ളവനും ഇനിയും എന്നും ഉണ്ടായിരിക്കുന്നവനുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ജോസഫ് ഷാജിയച്ച, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ആദ്യമേ തന്നെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും കൃപകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും നേർന്നുകൊള്ളുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അന്തസത്തയാണ് പരിശുദ്ധ ത്രിത്വം. നമ്മൾ അനുദിന ജീവിതത്തിൽ എപ്പോഴും ഇടപഴകുന്ന ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ത്രിത്വം എന്നത്. നമ്മൾ ഉത്ഭവിച്ച കേന്ദ്രവും നമ്മൾ ചെന്നെത്തേണ്ട ലക്ഷ്യവുമാണ് പരിശുദ്ധ ത്രിത്വം. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരേ സമയം മൂന്നും ഒന്നുമായിട്ട് നിലകൊള്ളുന്ന ഒരു അത്ഭുതാത്മകത പരിശുദ്ധ ത്രിത്വത്തിലുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂവരെങ്കിലും, വ്യക്തികളിൽ മൂന്നെങ്കിലും അവർ ഒരു ദൈവവുമാണ്. അവർ മൂന്ന് ദൈവങ്ങളല്ല, മറിച്ച് ഒരു ദൈവമാണ്. ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരേ സമയം മൂന്നും ഒന്നുമായിട്ട് എങ്ങനെ നിലകൊള്ളാനായിട്ട് സാധിക്കും? ഇത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ, അല്ലെങ്കിൽ അതിന് അതീതമായ ഒരു ദൈവിക രഹസ്യമാണ്. എല്ലാ കാര്യങ്ങളെയും ഭൗതിക തലത്തിൽ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ബുദ്ധിയുടെ തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവിക രഹസ്യമെന്നത് അവന് തീർത്തും അന്യമാണ്. എന്നാൽ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ, അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത, അതിനുത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളുണ്ട് എന്നത് തന്നെ മനുഷ്യബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ചും
ഈ മനുഷ്യബുദ്ധിയെ പരിമിതപ്പെടുത്തുന്ന ഒരു വലിയ ശക്തിയുണ്ട് എന്നതും ദൈവം എന്നൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ പരിശുദ്ധ ത്രിത്വം എന്നത് മനുഷ്യബുദ്ധിക്ക് അതീതമായ, അതിന് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു ദൈവിക രഹസ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യൻ തൻ്റെ പരിമിതിയെ തിരിച്ചറിഞ്ഞ് എളിമപ്പെടാനും ഒരു ദൈവിക രഹസ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ തൻ്റെ ഭൗതികതയും തന്നെയും പരിശുദ്ധ ത്രിത്വത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുവാനുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവയൊന്നും വകവയ്ക്കാതെ മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടൊന്നുമില്ല, അത് വ്യാഖ്യാനിച്ച് അടങ്ങൂ എന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ അബദ്ധ സിദ്ധാന്തങ്ങളിലേക്കാണ് വഴിനടത്തപ്പെടുന്നത്. അതാണ് ആരിയൂസിലെ, അലക്സാൻഡ്രിയയിലെ ആരിയൂസ് ബിഷപ്പിന് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു, പുത്രനായ യേശു പിതാവിൻ്റെ ആദ്യ സൃഷ്ടിയാണ്, പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രനെന്നും പുത്രന്റെ തുടക്കം പിതാവിൽ നിന്നുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിതാവിന്റെ ദൈവത്വം പുത്രനേക്കാൾ വലുതാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതിനെ തുടർന്ന് AD 325 നൈസേയ എന്ന സ്ഥലത്ത് അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈന്റെ നേതൃത്വത്തിൽ 1800 മെത്രാന്മാർ അടങ്ങുന്ന ഒരു സമിതി വിളിച്ചു കൂട്ടുകയും ഈ ആര്യൻ പഠനങ്ങളെ ആര്യനിസം അല്ലെങ്കിൽ ആര്യൻ പാഷണ്ഡത എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വിശ്വാസ സത്യങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വിശ്വാസ പ്രമാണ രേഖ പുറത്തിറക്കുകയും ചെയ്തു. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന 3 വസ്തുതകളുണ്ട്. യേശുക്രിസ്തു സത്യദൈവത്തിലുള്ള സത്യദൈവമാണ്. യേശുക്രിസ്തു കേവലം ഒരു സൃഷ്ടിയല്ല, മറിച്ച് പിതാവിന്റെ സത്തയിൽ നിന്ന് പുറത്തു വന്നവനാണ്. യേശു പിതാവിനോടൊപ്പമുള്ള ഒരാളാണ് എന്നാണ്. അപ്പോൾ സഭയ്ക്ക് വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും ഉള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, ധാരണകളുണ്ട്. കാരണം സഭ നയിക്കപ്പെടുന്നത് മാനുഷികമായ ഒരു ശക്തിയാലല്ല, മറിച്ച് ദൈവം തന്നെയാണ് സഭയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയിലുള്ള ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുവാനും സഭയോടുള്ള വിധേയത്വം വഴി വിശ്വാസത്തിൽ ഉന്നതി പ്രാപിക്കുവാനും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, the more you believe, the more you understand. സഭ പ്രഖ്യാപിക്കുന്ന വിശ്വാസ സത്യങ്ങളെ എത്ര അധികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, എത്ര അധികമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നോ അത്ര അധികമായിട്ട് അവയെ മനസ്സിലാക്കാനുള്ള കൃപാവരം ദൈവം നൽകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വസ്തുത എന്നത് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യം എന്നത് സ്നേഹത്താൽ സുദൃഢമാക്കപ്പെടുന്ന ഒരു ഐക്യമാണ്. അവർ ഒന്നായിട്ട് നിലകൊള്ളുന്ന സ്നേഹത്താലാണ്. ഈ ഒരു ഐക്യം എല്ലാ മേഖലകളിലും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എല്ലാ മേഖലകളും എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും ഇടവക തലത്തിലുമെല്ലാം നമുക്ക് ഒത്തിരിയേറെ വ്യത്യസ്തതകളും വ്യതിരിക്തതകളും വൈവിധ്യങ്ങളുമുള്ള വ്യക്തികളായി നിലകൊള്ളാനായിട്ട് സാധിക്കും. എങ്കിൽ തന്നെയും അവയൊക്കെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒന്നായി നിലനിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്നത് സ്നേഹമാണ്. അതാണ് പരിശുദ്ധ ത്രിത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള യഥാർത്ഥമായ കഴിവാണ് സ്നേഹത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത്. അതാണ് ഇന്നത്തെ കാലഘട്ടത്ത് നമുക്ക് വേണ്ടത്. ഈ ദുരന്തപൂർണമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ വ്യക്തികൾ തങ്ങളുടെ കഴിവുകളും സമയവും സമ്പത്തും പ്രാർത്ഥനകളുമെല്ലാം മറ്റുള്ളവർക്കായിട്ട് മാറ്റിവെക്കുമ്പോൾ അവർ സ്നേഹത്താൽ സുദൃഢമാക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മാതൃകകളായിട്ട് മാറുകയാണ്. അവർ നമ്മോട് പറയുന്ന ഒരു വസ്തുതയുണ്ട്, ഈ ലോകത്തിൽ മനുഷ്യത്വം ഇനിയും അസ്തമിച്ചിട്ടില്ല എന്നതാണ്. ഇത് ഒത്തിരിയേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കും പരിശുദ്ധ ത്രിത്വം പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെ ഒരു ഐക്യം സാധ്യമാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം.
പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം സ്വന്തമാക്കുകയും അതുവഴി ഈ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സർവ്വവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉറക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരിൽ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഈ ജ്ഞാനസ്നാനം ഏറ്റുപറയുകയും മനുഷ്യരുടെ വരാനിരിക്കുന്ന എന്നുള്ള ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ സ്വീകരിച്ച അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രമിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമ്പൽപുത്രാനും എല്ലാ വൈദികർക്കും സന്യാസികൾക്കും അവരുടെ സേവനത്തിന് ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കാ പ്രയത്നിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊറോണ വൈറസിന്റെ അതിതീവ്ര വ്യാപനത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ദേശത്തെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ രോഗം മൂലം ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന എല്ലാ രോഗികളെയും അവരെ സൂക്ഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആതുര ശുശ്രൂഷ പ്രവർത്തകരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ ഈ പ്രദേശത്തെയും ഒക്കെ പരിശുദ്ധത്വത്തിന്റെ സ്നേഹവും കൂട്ടായ്മയും പകർന്നു നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പസമയ മൗനമായി നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ദിവസത്തിൽ മൗനമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങൾ സംബന്ധിച്ചതിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഇസ്രായേലിൻ നായക
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന്റെ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ വഴി ഞങ്ങൾ സൂക്ഷിയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പൗത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായി ഒരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടി അങ്ങ് ഏകദൈവവും ഏകകർത്താവുമാകുന്നത് ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രസ്തുത ഒരു സത്തയുടെ ത്രിത്വത്തിലാണല്ലോ. എന്തെന്നാൽ അങ്ങേ മഹത്വത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അങ്ങേ പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങനെ സത്യവും സനാതനവുമായ ദൈവത്വത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിത്വമുള്ള തനിമയും സത്തയിലുള്ള ഏകത്വവും മഹിമയിലുള്ള തുല്യതയും ആരാധിക്കപ്പെടുന്നു. അങ്ങേ പ്രകീർത്തിക്കുന്നു. അവർ നിത്യേന അഭിരാമം ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മറിയം വിണ്ണയവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യരുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമാക്കി വാഴ്ത്തുന്നു.
എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങൾ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നൂറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്കൃത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരത്തെകളാൽ പരിഭൂഷരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിഭൂതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സ്ഥലത്തിലുള്ള ഒരു നിരന്തര മത്സരത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമ്പൽത്രാനോടും വൈദികണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ
വിശ്വാസ സ്നേഹത്തിലും അർപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവ് നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മോചിതമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൽ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം വെക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്തങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, ഓ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. ശുദ്ധീകരിക്കണമേ.
പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ തിരുനാൾ കൂടെയാണ്. ഈ അവസരത്തിൽ ഈ ഇടവയിൽ എല്ലാവർക്കും, എല്ലാ കുടുംബത്തിലും ഇവയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇന്ന് ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയമത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതുപോലെ ഈ എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ദിവസം ഈ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിൽ തിരുനാൾ നടത്തുമ്പോൾ ഈ തിരുനാളിൽ ദിവസം നമുക്ക് മുഖ്യ സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട പ്രിയക്കാരോട് ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ബെൻഹുലച്ചനാണ്. അച്ഛൻ നമ്മുടെ ഇടവകയോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ കടന്നു വരികയും നമുക്ക് വേണ്ടി മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. അച്ഛന് ഇപ്പോൾ ഐര ഇടവകയിലെ സഹവികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ കാരോട് ആശ്രമത്തിലെ പ്രൊക്രിയേറ്റർ കൂടെയാണ്. ബെൻഹുലച്ചന് ഇടവാന്താമത്തിൽ ഈ സന്ദേശം നൽകിയതിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, ഈ പാരിഷ് കൗൺസിലർക്കും, ഇതിൽ ഈ ഓൺലൈൻ വേണ്ട ക്രമീകരണ സെക്രട്ടറി ഷിജുവിനും, അതോടൊപ്പം നമ്മുടെ ഗായക സംഘത്തിലെ അംഗങ്ങൾക്കും, അതോടൊപ്പം ബ്രദർ ഷൈജു നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പാരിഷ് കൗൺസിലങ്ങൾ, നമ്മുടെ BCC ഭാരവാഹികൾ, എല്ലാ കുടുംബങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു, ദൈവാനുഗ്രഹം നൽകുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മെല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കുദാശയുടെ സ്വീകരണവും നിത്യവും പരിശുദ്ധവുമായ ത്രിത്വത്തിൻ്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിൻ്റെയും പ്രഖ്യാപനവും ഞങ്ങൾ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലുടമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന്